ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ, അസീം താന്നൂര എനിക്ക് കളയല്ലേ. 2025 ഏകദേശം അവസാനിക്കാനായി. ഡിസംബർ മാസമാകുമ്പോൾ തന്നെ കേരളത്തിൽ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യം കൊണ്ട് ഈ കുട്ടികൾ, നമ്മളെ തീരദേശ മേഖലയിലുള്ള യുവാക്കളോടാണ് ഞാൻ പറയുന്നത്. നമ്മൾ തന്നെ ഒരു പ്രാവശ്യം തീരദേശ മേഖലയിൽ ലീഗും മാർക്സിസ്റ്റ എന്നുള്ള ഈ തല്ലും കാരണം കൊണ്ട് ഒരുപാട് യുവാക്കൾ കേസിൽ കുടുങ്ങി. പല വിധത്തിലുള്ള കേസിൽ 4 കേസ് 3 കേസില്ലാത്ത യുവാക്കളില്ല. അതുകൊണ്ട് അവരെ ഭാവി എന്ന ജീവിതം തകർന്നു പോയി. പെണ്ണ് കിട്ടണില്ല, ജോലിക്ക് ശരിക്ക് പോകാൻ കഴിയുന്നില്ല, ഗൾഫിൽ പോകാൻ കഴിയുന്നില്ല, പാസ്പോർട്ട് സറണ്ടറായ കുട്ടികൾ അറിയുന്നുണ്ട്. അപ്പോൾ എൻ്റെ യുവാക്കളോട് പറയുകയാണ്, ഒരു ലീഗിൻ്റെ ഒരു മാർക്സിസ്റ്റിൻ്റെ കൊടി പിടിച്ച് ഒരു കച്ചറക്കും വേണ്ട. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു വോട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം. വോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അവകാശമാണ്, അത് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. അത് ചെയ്തുകൊണ്ട് അതിൻ്റെ രീതിയിൽ അത് അങ്ങോട്ട് പോകും. പക്ഷെ നമ്മൾ സ്വയം, നമ്മളെ ഏട്ടന്മാർ അൻസന്മാർ, നമ്മളെ സഹോദരന്മാർ, നമ്മളെ കൂടപ്പുറപ്പ്, നമ്മളെ ചങ്ങാതിമാർ, നമ്മൾ തെറ്റി നിൽക്കുന്ന തീരദേശ മേഖലയിൽ ഒരുപാട് കേസുകൾ കുടുങ്ങിയിട്ട് ഇപ്പോഴും കുട്ടികൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. അപ്പോൾ ഇനി ആ ഗതികൾ നമുക്ക് ഈ തീരദേശ മേഖലയിൽ വരാൻ പാടില്ല. ഉണ്ണിയാലങ്ങലായാലും പരപ്പനങ്ങാടിലായാലും താന്നൂരായാലും. ഇപ്പോൾ എൻ്റെ നാട് താന്നൂർ ആൽബസാറിലാണ്. ചാപ്പപ്പടിക്ക് ഒരുപാട് യുവാക്കൾ കേസിൽ കുടുങ്ങി. പണ്ടരക്കടപ്പുറത്തുണ്ട്, അതുപോലെ ആൽബസാറിലുണ്ട്. ഇതെല്ലാം രണ്ട് നേതാക്കന്മാരായിട്ട് വിചാരിച്ച് കഴിഞ്ഞാൽ സോൾവ് ആക്കാൻ പറ്റും. പക്ഷെ അവർ സോൾവ് ആക്കുന്നില്ല. അപ്പോൾ അവർ നമ്മളെ ഇടയിൽ നിന്നുകൊണ്ട് നമ്മളെ കച്ചറ കൂടി കൊണ്ട് നമ്മളെ ജീവിതം തകർക്കാണ്. അപ്പോൾ എൻ്റെ യുവാക്കളോട് ഞാൻ പറയുന്നു, ഒരു പാറ്റിൻ്റെ കൊടിയും പിടിക്കാൻ പോലും ഒരു കച്ചറക്കും പോകരുത്. അപ്പോൾ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരില്ലേ. അപ്പോൾ നമ്മൾ സൗഹൃദത്തിൽ ജീവിക്കണം, സന്തോഷത്തിൽ ജീവിക്കണം. ഒരുപാട് കേസിൽ കൂടി അനുഭവിക്കുന്നവരല്ലേ നമ്മളൊക്കെ. എത്ര പിള്ളേരുണ്ട്, എത്ര കേസിലുണ്ട്. ഇത് നേതാക്കന്മാരോ അല്ലെങ്കിൽ മഹല്ലി കമ്മിറ്റിയോ തീരുമാനിച്ചാൽ ഈ രണ്ട് കൂട്ടമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പോകാനുള്ള വിഷയമുള്ളൂ. അവർ ജോലിയിൽ നിന്ന് പോകാൻ കഴിയില്ല, പണിക്ക് ഒരു പണിക്കും പോകാൻ കഴിഞ്ഞാൽ കേസ് 2-3 കേസ് ഉണ്ടായിട്ട് കടലിൽ പണിക്കാരല്ലേ എത്ര ദിവസം ലീവാക്കുന്നത്. അപ്പോൾ എൻ്റെ യുവാക്കളോട് ഞാൻ പറയുന്ന വീഡിയോ നിർത്താൻ, ഒരു കച്ചറക്കും പോകരുത്, ഒരു പാറ്റിൻ്റെ കൊടിയും പിടിക്കരുത്. നമ്മൾ സ്നേഹത്തിനും സന്തോഷത്തിനും ജീവിക്കണം. തിരഞ്ഞെടുപ്പ് വരും പോകുക, അത് അതിൻ്റെ ഭാഗത്ത് പോകട്ടെ. അതുപോലെ നേതാക്കന്മാരുണ്ടാവും ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ. അവർക്കാണ് ഇതിൻ്റെ ഗുണം ഉണ്ടായത്. നമ്മൾ സാധാരണക്കാരനെ ഇടപെടണ്ട. അപ്പോൾ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് വരുന്ന എല്ലാവരും ജാഗ്രത ആയിരിക്കണം. ഒരു പ്രശ്നത്തിനും പോകരുത്. വീഡിയോ നിർത്തുന്നു. ഗുഡ് ബൈ.